ഞാൻ എന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ചായ തന്നവരും ചായ തന്നു. ഓക്കെ, ബാക്കിന്റെ നീ പറയണ്ട. കഴിഞ്ഞ ദിവസം തിരിച്ചുതരാന്ന് പ്രോമിസ് കൊണ്ട് പോയ എന്റെ യൂഎസ്പിന് ഇതുവരെ കൂടിയിട്ടില്ല. എന്താണ് വെച്ചാൽ നമ്മളെ പോയി പെൺഡ്രൈവ് ആയിട്ട് എന്നാ സീനാ? നിന്റെ പെൺഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പെൺഡ്രൈവ് അല്ലേ? അതിന് എന്നാണ് സീന്? എടാ നിങ്ങൾ ഞാൻ തൊട്ടനെ പിടിച്ച നിങ്ങൾക്ക് പ്രോമിസ് ചെയ്താൽ ഇത് മൊത്തം ശരിയല്ല കേട്ടോ. അത് ശരിയാ, ചില പ്രോമിസസ് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. നീ എന്റെ കോമ്പറ്റീഷൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അവിടെ ഞാൻ വരാൻ വേണ്ടി ഇരുന്ന ആളാണ്. അപ്പോഴത്തേനാണ് വന്നിട്ട് പെട്രോൾ തീർന്നത്. പിന്നെ പെട്രോളൊക്കെ അടിച്ചത് നല്ല ടൈം എടുത്തു. സാരമില്ല, ഹ്യൂമൻ പ്രോമിസസ് എല്ലാം അങ്ങനെയാണ്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അപ്പ എന്നോട് ഇങ്ങനെ പ്രോമിസ് ചെയ്തായിരുന്നു. എൻ്റെ അടുത്ത് നീ ഒരിക്കലും കുടിക്കുമായിരുന്നു ഇങ്ങനെ പ്രോമിസ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പപ്പ ഇങ്ങനെ വഴിയിൽ മദ്യപിച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി. അന്നേരപ്പോൾ എനിക്ക് മനസ്സിലായി ഹ്യൂമൻ പ്രോമിസസ് എല്ലാം എത്ര വേണമെന്നില്ല. അത് ശരിയാട്ടാ. എനിക്ക് ഇതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങൾ കട്ട കൂട്ടുകാരായിരുന്നു. അവന് ജർമ്മനിയിൽ പോവാൻ വിസ വന്ന സമയത്ത് ഞാനായിരുന്നു എൻ്റെ കൂടെ നിന്നതും, അവന് വിസ എടുത്തു കൊടുക്കാൻ നിന്നതും. അവന് കൂടെ ഡൽഹി വരെ ഞാൻ പോയി സാധനം മേടിക്കാൻ ഞാൻ കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ 3 മാസം അവൻ ഇതുവരെ എന്നെ ബുക്കിയോ മെസ്സേജ് അയക്കോ ഇന്ന് പറയുമോ. അവന്റെ സ്റ്റോറിയൊക്കെ ഇടയ്ക്ക് കാണും. അവൻ അവിടെ പുതിയ കൂട്ടുകാരൊക്കെ ആയി ഫുൾ സെറ്റിലായി. ഞാനാണെങ്കിൽ അവനെ ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ നോക്കിയാണ്. വിളിക്കാൻ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു നോക്കി, അതിന് റിപ്ലൈ ഇല്ല. അവനോട് ഒരിക്കലും എന്നെ വിട്ടുപോകല്ലോ എന്ന് പ്രോമിസ് ചെയ്ത് കട്ടിക്ക് എന്ന് ഒരുത്തൻ. അതും ഇത്രയൊക്കെ ഉള്ളു കേട്ടാ. ഒരിക്കലും ബ്രേക്ക് ആവാത്ത പ്രോമിസസ് ഉണ്ടോ? എടേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടോണ്ടിരുന്നപ്പോ ഒരു ബൈബിൾ വേർഡ്സ് കിട്ടിയായിരുന്നു. പറയാവേ ഒരു സെക്കൻഡ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമിയ 31:3. ശരിയാണല്ലേ, ബ്രേക്ക് ആകത്തൊരു പ്രോമിസ് ഉണ്ട്. 2000 വർഷമായിട്ടും ബ്രേക്ക് ആകത്തൊരു പ്രോമിസ്. ഈശോയുടെ സ്നേഹം. നമ്മൾ എന്തേലും പാവം ചെയ്താലും നമ്മളെ വിട്ടുപോകാത്തൊരു പ്രോമിസ്. എന്തോ വരുന്നു.